ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് ഒരു അയിലക്കറി ആയിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി അയിലക്കറിയാണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ അയിലക്കറിക്ക് ആവശ്യമായ വറവ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അത് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി തോല് കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ആ മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സബോള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 8 അല്ലി, അല്ല സബോളയാണെങ്കിൽ ഒരു ചെറിയ സബോള ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സബോളയും ഒന്നവിടെ വഴന്ന് വരട്ടെ. എന്നിട്ട് സബോളയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ മുകളിലേക്ക് ഞാനൊരു 5-6 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണം വരും. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കറി എത്രമാത്രം നല്ലതാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി കടന്ന് വെന്ത് ഉടയൊന്നും വേണ്ട, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ള അരപ്പിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മളിതിൽ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തക്കാളി വെന്തുടയൊന്നും വേണ്ട, എന്നാലും ഒന്ന് വേവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോകുന്നത് പോലെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീ ഓഫാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ പൊടികൾ കരിഞ്ഞു പോവാതെ നമുക്ക് അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ അതിലേക്ക് കാശ്മീരി ചില്ലി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സാധാരണ മുളക് പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് തികയണില്ല എന്നാൽ 2.5 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കാശ്മീരി ചില്ലിയും ചേർത്തതിന് ശേഷം ഈ സമയം നിങ്ങൾക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതിന് മുൻപ് ഉലുവ ചേർക്കണം വെച്ചാൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അല്ല ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർക്കുക വെച്ചാൽ അങ്ങനെയും ചേർക്കാം. താല്പര്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ അങ്ങനെ ചേർക്കേണ്ട. അപ്പോൾ ഇനി ഇതവിടെ ചൂടാറട്ടെ. ഞാൻ തീയൊക്കെ ഓഫാക്കി ചൂടാറിയിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കറിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ദേ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും പച്ചമുളകും നീളത്തിലരിഞ്ഞിട്ട് ആ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അതിലേക്ക് വഴറ്റാനെടുത്ത സബോള ഒരു വലിപ്പമുള്ള സബോള ആയതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിയപ്പോൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് എണ്ണയിലൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പുളി വേവിക്കാൻ ആവശ്യമായ വെള്ളം, അല്ല നിങ്ങൾ വാളം പുളിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ ആ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചാലും മതിയാവും. ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് നമുക്കതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കുടംപുളി ഇട്ട് കൊടുത്തു. കുടംപുളിയൊക്കെ ഒന്ന് വെന്ത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അയില ചേർത്ത് കൊടുത്തു. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയില ചേർത്ത് കൊടുത്തു. അപ്പോൾ അയിലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് നേരത്തെ മൂപ്പിച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, ആ ചൂടാറിയതിന് ശേഷം അതും കുറച്ച് പച്ച നാളികേരം കൂടിയിട്ട്, അതായത് ചിരകിയ നാളികേരം കൂടിയിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പ് നമ്മുടെ ഈ അയില വെന്ത കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ കറിയിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഉപ്പ് പാകമാണെന്ന് നോക്കുക. പാകമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം കറി കുറുകണച്ചാൽ അതുപോലെ കുറുക്കിയെടുത്തോളൂ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ അയിലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.